നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, ഇത് രാജുവിന് ഹൃദയക്കുള്ളതാണോ? അതെ, ഇത് ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. ഓക്കെ, വാ. ഹലോ, ജ്വല്ലറിന്നോ? ഏത് ജ്വല്ലറിന്ന്? അല്ല, വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കായിരുന്നു. ഹലോ ഹലോ ഹലോ. അമ്മ കറക്റ്റ് സമയത്തിന് കൃത്യമായി ഇടപെട്ടു. ഇനി എന്റെ പണി തുടങ്ങാം. ഇത് മദ്യം മാത്രം മിക്സ് ചെയ്ത ജ്യൂസ് അല്ല രാജു. ഞാനിതിലൊരു പച്ചമരുന്ന് കൂടി കലക്കിയിട്ടുണ്ട്. ഇത് നീ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ നിന്റെ തലയുടെ വെളിവങ്ങ് പോവും. പിന്നെ ഒന്നും നിന്റെ കൺട്രോളിൽ നിൽക്കില്ല രാജു. അങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആരും വരാതിരിക്കുന്നത് മര്യാദയാണോ ശേഖരൻ സാറേ? ചേച്ചിയുടെ സ്വഭാവവും ചേച്ചിയുടെ പെരുമാറ്റവും ഒക്കെ ഒരു പ്രത്യേക രീതിയില്. ഞങ്ങൾ രണ്ട് ആൺമക്കളെക്കാളും ഒരുപാട് കൊഞ്ചിച്ച അച്ഛനും അമ്മയും ചേച്ചിയെ വളർത്തിയത്. ചേച്ചി എന്തെങ്കിലും പറഞ്ഞ ദയവ് ചെയ്ത് വേണ്ടിട്ടത് കാര്യമാക്കരുത്. ചേച്ചിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും ഇവിടേക്ക് വരാതിരിക്കരുത്. രാധമ്മയോട് ഞാൻ നേരിട്ട് വന്ന് എല്ലാ കാര്യവും പറഞ്ഞോളാം. രാജു ഋതികയെ വിവാഹം കഴിച്ചത് സത്യത്തിൽ എനിക്കും ഗ്യാമിനിക്കും മോക്കും വലിയ സന്തോഷമാണ്. ചേട്ടനെ വിവാഹം അംഗീകരിച്ച പിന്നെ നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല വേണം കേട്ടാ. രാജു മിടുക്കന, ഋതുമോളെ അവൻ പൊന്നുപോലെ നോക്കും. ഞങ്ങൾക്ക് അത് മതി. എല്ലാവരും ഋതിക മാഡത്തിന്റെ ഭർത്താവായി രാജുവിനെ അംഗീകരിച്ചു. പക്ഷെ എന്റെ മകന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമല്ല. ആ കാര്യം വർമ്മ സാറിനോട് തുറന്ന് പറഞ്ഞ പാവം ഋതിക മാഡം. എല്ലാം എന്റെ തെറ്റാ. കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും വളർന്നു വന്ന അവനെ സത്യത്തിന് വിപരീതമായി ഒന്നും ചെയ്യരുന്ന് പഠിപ്പിച്ചത് ഞാനാ. എന്താ വേണോട്ടെ? ശേഖരൻ സാർ ഇങ്ങനെ എന്റെ ചേട്ടാന്ന് വിളിക്കില്ലേ? പിന്നെ വേണോട്ടൻ ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊന്നും പറയാതെ ഇങ്ങ് വന്നേ. ശേഖര, ചെക്കനും പെണ്ണിനുള്ള ജ്യൂസ് എടുക്കാൻ പോയ യാമിനി എവിടെ? അവള് കിച്ചണിലില്ലേ? ഇല്ല, ഞാൻ പോയി നോക്കാം. ആ, അവളാണെന്ന് തോന്നുന്നു. പുറത്തു നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. നീ പോയേ അവളെ വിളിച്ചോണ്ട് വാ. ഞാൻ പോയി അവളെ വിളിച്ചോണ്ടുവരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.